ബോസ് മലയാളം സീസൺ 6 നമ്മുടെ ജാസ്മിൻ ജാഫർ പുറത്ത് കമ്മിറ്റഡ് ആണ് ഒരു വ്യക്തിയുമായി എന്ന് പറഞ്ഞ് അഫ്സൽ അമീർ എന്ന് പറയുന്ന ആ ഒരു വ്യക്തി അദ്ദേഹം പുതിയൊരു ഇൻസ്റ്റാ പോസ്റ്റുമായിട്ട് രംഗത്ത് വന്നിട്ടുണ്ട്. അദ്ദേഹം പറയുന്നത് ജാസ്മിനുമായിട്ടുള്ള എല്ലാ റിലേഷനും ഇതോടുകൂടി അവസാനിപ്പിക്കുകയാണ്, ഈ ഒരു ബന്ധം ഇവിടെ നിന്നും അവസാനിപ്പിക്കുന്നു, ജാസ്മിനുമായിട്ടുള്ള കമ്മിറ്റഡ് ആയ ഒരു റിലേഷനിൽ നിന്ന് ഞാൻ പിന്മാറുകയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ആ ഒരു പോസ്റ്റുമായിട്ട് രംഗത്ത് വന്നിരിക്കുന്നത്. തീർച്ചയായും നമുക്ക് ഇതിനെക്കുറിച്ച് ഏകദേശം ധാരണയുണ്ടായിരുന്നു. ഇതിങ്ങനെ മാത്രമേ സംഭവിക്കുകയുള്ളൂ, ഇതിന്റെ അന്ത്യം എന്ന് പറയുന്നത് ഇത്തരത്തിൽ ആയിരിക്കും, അഫ്സൽ തീർച്ചയായും ഇതിൽ നിന്നും പിന്മാറും എന്നതിനെപ്പറ്റി നമുക്ക് സൂചനകൾ ലഭിച്ചിരുന്നു. അതുപോലെ തന്നെയായിരുന്നു നമ്മുടെ ജാസ്മിന്റെ ബിഗ് ബോസ് വീട്ടിലെ പ്രകടനങ്ങളും. തീർച്ചയായും വീക്കെൻഡ് എപ്പിസോഡിൽ നമ്മുടെ ലാലേട്ടൻ വന്ന സമയത്ത് ജാസ്മിനോട് ചോദിച്ചപ്പോൾ പോലും ജാസ്മിൻ പറഞ്ഞത് ഞങ്ങൾ തമ്മിൽ ഇഷ്ടത്തിലാണ്, എന്നാൽ അത് പ്രണയത്തിലോട്ട് പോകാതെ ഞങ്ങൾ പിടിച്ചു വെച്ചിരിക്കുകയാണ്, ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ് എന്ന് പറയുമ്പോൾ പുറത്ത് കമ്മിറ്റഡ് ആണ് എന്ന് പറയുന്ന അഫ്സലിന്റെ അവസ്ഥ എന്താണ് എന്നത് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. അദ്ദേഹം ഒരു വലിയൊരു 3-4 പേജുള്ള ഒരു പോസ്റ്റുമായിട്ടാണ് ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത്. അതായത് അദ്ദേഹം പറയുന്നത് ബിഗ് ബോസ് വീട്ടിലേക്ക് ജാസ്മിൻ കയറി ആ നാൾ മുതൽ അനാവശ്യമായി എൻ്റെ ഒരു പേര് അവിടെ വലിച്ചിഴയ്ക്കുന്നുണ്ടായിരുന്നു, എന്നിട്ടും മറ്റൊരു വ്യക്തിയുമായി ബന്ധം തുടർന്ന് എന്നെ അവിടെ ഇരുന്ന് ചീറ്റ് ചെയ്യുകയായിരുന്നു. ഏകദേശം ഒരു 7 മാസക്കാലം ഞങ്ങൾ തമ്മിലുള്ള ആ ഒരു ബന്ധം എന്ന് പറയുന്നത് അത്രത്തോളം ദൃഢമായിരുന്നു, സന്തോഷത്തോടെയായിരുന്നു, അത്രത്തോളം കെയറിങ്ങോടെ നീണ്ടുപോയ 7 മാസക്കാലമായിരുന്നു. പക്ഷേ ഇപ്പൊ ജാസ്മിനും അഫ്സലും തമ്മിലുള്ള ആ ഒരു ഫോട്ടോസും വീഡിയോസും എല്ലാം എൻ്റെ കയ്യിലുണ്ട്. അതൊന്നും പുറത്തുവിടാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല, അതെല്ലാം എൻ്റെ എത്തിക്സിന് എതിരാണ്. ജാസ്മിൻ ബിഗ് ബോസ് വീട്ടിൽ ഇങ്ങനെയൊക്കെ ചെയ്തു കൂട്ടിയപ്പോൾ ഞാൻ അനുഭവിച്ച മാനസിക സംഘർഷം എത്രയാണ് എന്നുള്ളത് എനിക്ക് മാത്രമേ അറിയുകയുള്ളൂ. അത് വാക്കുകൾക്ക് അതീതമാണ്. എനിക്ക് മാത്രമല്ല, ജാസ്മിന്റെ വീട്ടുകാരും ആകെപ്പാടെ തകർന്നിരിക്കുന്ന അവസ്ഥയിലാണ്, തകർക്കപ്പെട്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഒരു നീണ്ട പോസ്റ്റുമായിട്ട് രംഗത്ത് വന്നിട്ടുണ്ട്. എന്തായാലും അദ്ദേഹത്തിന്റെ ഈ ഒരു വിഷയത്തിൽ വ്യക്തിപരമായി ഞാൻ അദ്ദേഹത്തിന്റെ കൂടെ മാത്രമേ നിൽക്കുകയുള്ളൂ. കാരണം എന്തു തന്നെ ആയിക്കോട്ടെ, ഒരു വ്യക്തി ഇത്രയും വലിയൊരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ട് പറയുകയാണ് ഞാൻ പുറത്ത് കമ്മിറ്റഡ് ആണ്, എന്നാൽ അകത്ത് മറ്റൊരു വ്യക്തിയുമായി ഞങ്ങൾ തമ്മിൽ ഇഷ്ടത്തിലാണ്, അത് പ്രണയത്തിലേക്ക് പോവാതെ പിടിച്ചു വച്ചിരിക്കുകയാണ് എന്ന് പറയുമ്പോൾ അത് കേൾക്കുന്ന ഏതൊരു വ്യക്തിക്കും ഏത് രീതിയിലാണ് എല്ലാവരും അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളത് ഒരുപക്ഷെ പ്രേക്ഷകർക്ക് മനസ്സിലാക്കാൻ സാധിക്കും എന്ന് കരുതുന്നു. എന്തായാലും ജാസ്മിൻ തീർച്ചയായും അഫ്സലിനെ ചതിച്ചിരിക്കുന്നു, ചീറ്റ് ചെയ്തിരിക്കുന്നു എന്ന് തന്നെയാണ് അഫ്സൽ പറയുന്നത്. അതുപോലെ തന്നെയാണല്ലോ ജാസ്മിൻ ബിഗ് ബോസ് വീട്ടിൽ ഓരോ പ്രകടനങ്ങൾ നടത്തിക്കൊണ്ടിരുന്നതും. അല്ലെങ്കിൽ ഇപ്പൊ അൻസിബ പറഞ്ഞ പോലെ ഏതൊരു പെൺകുട്ടിയും പുറത്ത് കമ്മിറ്റഡ് ആണ് എന്ന് പറഞ്ഞിട്ട് അകത്ത് മറ്റൊരു വ്യക്തിയുമായി ബന്ധം പുലർത്തുന്നത് അത്ര ശരിയായ കാര്യമാണോ എന്നുള്ളത് അൻസിബയെ പോലെ പ്രേക്ഷകർ എല്ലാവരും ചോദിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു വിഷയത്തിൽ ഒരിക്കലും നമുക്ക് ജാസ്മിനെ അംഗീകരിക്കാൻ സാധിക്കില്ല. ജാസ്മിനെ ഫേവർ ചെയ്ത് സംസാരിക്കാനും സാധിക്കില്ല. എന്തായാലും അന്ന് നമ്മുടെ ബിഗ് ബോസും ലാലേട്ടനൊക്കെ വീക്കെൻഡ് എപ്പിസോഡിൽ സത്യത്തിൽ ജാസ്മിന്റെ ഭാഗം എന്താണ്, അല്ലെങ്കിൽ ജാസ്മിൻ എന്താണ് പറയാനുള്ളത് എന്നത് തുറന്ന് കാട്ടാനായാണ് അന്ന് അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചത്. അത് ജാസ്മിൻ തുറന്ന് പറയുകയും ചെയ്തു. അതോടുകൂടി ബിഗ് ബോസിന്റെ ഭാഗം അവർ തന്നെ ക്ലിയർ ചെയ്തിട്ടുണ്ട്. ഇനി എല്ലാം വരുന്നത്, ഇതിന്റെ എല്ലാ ഭവിഷ്യത്തുകളും ജാസ്മിൻ തന്നെ ആയിരിക്കും അനുഭവിക്കേണ്ടത്, അല്ലെങ്കിൽ ഗബ്രിയും ജാസ്മിനും ആയിരിക്കും അനുഭവിക്കേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ മുൻപ് വീഡിയോസ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തായാലും ഇപ്പോൾ അതിലിപ്പോൾ ഒരു അന്തിമ തീരുമാനമായിട്ടുണ്ട്. ഇനിയിപ്പോൾ എനിക്കിപ്പോൾ അഫ്സലിനെ കുറിച്ചുള്ള ഈ ഒരു വീഡിയോയിൽ കൂടുതലായിട്ട് മറ്റു വീഡിയോകൾ ചെയ്യാൻ താല്പര്യമില്ല. കാരണം ആവശ്യമില്ലാതെ ഒരു വ്യക്തിയുടെ പേര് അനാവശ്യമായി വലിച്ചെറിക്കുന്നത് യാതൊരു കാരണവശാലും ശരിയല്ല. അതുകൊണ്ട് തന്നെ തീർച്ചയായും നമ്മൾ ഇനി ഒരിക്കലും അഫ്സലിന്റെ പേര് പറഞ്ഞുകൊണ്ട് ഇനി ഒരു വീഡിയോ ചെയ്യില്ല. പക്ഷേ കമന്റ് ബോക്സിലൊക്കെ ചില പ്രേക്ഷകരുടെ അഭിപ്രായങ്ങൾ നമ്മൾ കാണുന്നത് ഗബ്രിയും ജാസ്മിനും വേണ്ടി ഗെയിമിന് വേണ്ടി അങ്ങനെ ഒരു ഗെയിം കളിക്കുന്നു, നിങ്ങൾ എന്തിനാണ് അവരുടെ പുറകെ പോയി അവരെ ഡീഗ്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് പറയുന്നുണ്ട്. തീർച്ചയായും ഒരിക്കലും നമ്മൾ ഡീഗ്രേഡ് ചെയ്യുകയില്ല. അവരവിടെ കളിക്കുന്ന ആ ഒരു ഗെയിം, അല്ലെങ്കിൽ ആ ഒരു ഗെയിം എങ്ങനെയാണ് പുറത്തോട്ട് എക്സ്പോസ് ആയിക്കൊണ്ടിരിക്കുന്നത് എന്നതിനെ പറ്റിയുള്ള വിമർശനങ്ങൾ മാത്രമാണ് ഉന്നയിക്കുന്നത്. അല്ലാതെ ജാസ്മിനെയോ ഗബ്രിയെയോ അനാവശ്യമായി ഡീഗ്രേഡ് ചെയ്യേണ്ട ഒരു ആവശ്യവും ഏതൊരു റിവ്യൂവേഴ്സിനും ഇല്ല എന്നതുകൂടി ഈ ഒരു നിമിഷത്തിൽ ഞാൻ പറയുകയാണ്. ഇനിയിപ്പോൾ എന്തായാലും ജാസ്മിൻ ഈ ഒരു കാര്യമൊന്നും അറിയുന്നില്ല, അഫ്സൽ ഈ ഒരു വിഷയം ഇവിടെ വെച്ച് അവസാനിപ്പിച്ചിരിക്കുന്നു എന്നുള്ളത് പുറത്തിറങ്ങിയാൽ മാത്രമേ ജാസ്മിൻ ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ അറിയാൻ സാധിക്കുകയുള്ളൂ. ഇനിയുള്ള എല്ലാ തീരുമാനങ്ങളും ജാസ്മിന്റെ കയ്യിലാണ്.
എന്ത് തന്നെയായാലും നമുക്ക് കാത്തിരിക്കാം. സോ പ്രേക്ഷകർക്ക് എന്താണ് ഈ ഒരു വിഷയത്തിൽ പ്രതികരിക്കാനുള്ളത്, നിങ്ങൾ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ അറിയിക്കുക. ബിഗ് ബോസ് മലയാളം സീസൺ 6 കൂടുതൽ ലൈവ് അപ്ഡേറ്റുമായി വീണ്ടും നമ്മൾ കൂടി ചേരുന്നതായിരിക്കും.